നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളുടെ ഒരു കടപ്പ് ഇരിപ്പൊക്കെ. ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യം പറയാനാണെങ്കിൽ പരിതാപകരം തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഫിഫയുടെ റാങ്കിങ് വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ നല്ല ലേറ്റായെന്ന് എനിക്കറിയാം, സ്വാമി ശരണം. അപ്പം 6 സ്ഥാനം കൂടി ഇന്ത്യ പിന്നിലോട്ട് പോയിട്ടുണ്ട്. എങ്ങനെ പിന്നിലോട്ട് പോവാതിരിക്കും? പിന്നിൽ നിൽക്കുന്ന എതിരാളികൾ വരെ നമ്മളെ പഞ്ഞിക്കിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഹംസ ചൗധരി എന്ന മനുഷ്യൻ ബംഗ്ലാദേശ് ഫുട്ബോളിൽ അവതരിച്ചതോടുകൂടി അവന്മാർ വേറെ ലെവലാവും. നമ്മൾ ഇനിയും താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്ത്യയുടെ നിലവിലെ ഫിഫ റാങ്കിങ് 142ലേക്ക് നമ്മൾ കൂപ്പ് കുത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 96ാം റാങ്കിലേക്ക് വന്നവരാണ് നമ്മൾ. എന്ത് ചെയ്യാനാണ് ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥയെ? ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഫുട്ബോളിൽ വികസിക്കുന്നത് കണ്ട് വെള്ളം ഇറക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. കാരണം ഇവിടുത്തെ ഫുട്ബോൾ നടത്തിപ്പുകാരുടെ ചിന്താഗതികളാണ്. പഴയ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതോടുകൂടി കാര്യങ്ങൾ വളരെ കൃത്യമായി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് പോലും ഇവിടെ ഒരുത്തരും മനസ്സിലാക്കാനില്ല. സോ പൂട്ടിക്കെട്ടി പോവും നമ്മുടെ ഈ ഒരു സിസ്റ്റം. FSDL ഇന്ത്യൻ സൂപ്പർ ലീഗ് നന്നായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ചിലവന്മാരുടെ കുത്തിക്കഴപ്പ് കാരണം അതും പോയി കിട്ടി.